നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതൃത്വം 10 പേരുകൾ ഹൈക്കമാൻഡിന് കൈമാറി. സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ്, ദേശീയ സെക്രട്ടറി അബിൻ വർക്കി, KM അഭിജിത്ത് എന്നിവർ ഉൾപ്പെടെ പട്ടികയിൽ സീറ്റുകൾ മാറ്റിവച്ചിട്ടുണ്ടെന്ന് ഹൈക്കമാൻഡിന്റെ ഉറപ്പ് കിട്ടിയിട്ടുണ്ടെന്നും യൂത്ത് കോൺഗ്രസ് നേതൃത്വം പറയുന്നു. ശരത് ലാൽ വിവരങ്ങളുമായി ചേരുന്നു. ശരത്തെ, എങ്ങനെ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. യൂത്ത് കോൺഗ്രസിലെ ദേശീയ ഭാരവാഹികളുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച പട്ടിക തീരുമാനിക്കപ്പെട്ടത്. കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് 10 സീറ്റുകൾ നൽകണമെന്നുമാണ് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷൻ ആവശ്യപ്പെട്ടത്. അദ്ദേഹം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ രാഹുൽ ഗാന്ധി അതുപോലെ KC വേണുഗോപാലിനെയും ഈ കാര്യം രേഖാമൂലം അറിയിക്കുകയും ചെയ്തു. 10 പേരുകളും നൽകിയിട്ടുണ്ട്. കേരളത്തിലെ 10 പേരും അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന മണ്ഡലങ്ങൾക്ക് അടക്കമാണ് പേരുകൾ നൽകിയിരിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് കൊടുങ്ങല്ലൂരാണ്. അതേപോലെ തന്നെ അബിൻ വർക്കി ആറന്മുളയിലാണ് പേര് നൽകിയിരിക്കുന്നത്. അതുപോലെ സുധീർ ഷാ പാലോടാണ് വാമനപുരത്ത് സ്ഥാനാർത്ഥി. അഭിജിത്ത് നാദാപുരത്തിനും അഭിജിത്തിന്റെ പേര് നാദാപുരം, കോഴിക്കോട് ജില്ലയിലെ നാദാപുരം മണ്ഡലമാണ് അഭിജിത്തിന്റെ പേര് നൽകിയിരിക്കുന്നത്. നേരത്തെ അഭിജിത്ത് മത്സരിച്ചിരുന്നത് കോഴിക്കോട് നോർത്തിലാണ്. എന്നാൽ നോർത്തിൽ നിന്ന് അഭിജിത്തിനെ നാദാപുരത്തിലേക്ക് മത്സരരംഗത്തേക്കാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നൽകിയ പേരുള്ളത്. അതുപോലെ ജിൻഷോ ജിനാസ മത്സരിക്കുന്നത് അരൂരിലാണ് അദ്ദേഹത്തിൻ്റെ പേരുള്ളത്. ഷാനിമോൾ ഉസ്മാനിനെ മാറ്റിയാണ് ജിൻഷയുടെ പേര് ഹൈക്കമാൻഡിലേക്ക് പരിഗണിക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അതേപോലെ തന്നെ റിയാസ് മുക്കോളി പട്ടാമ്പിയിലും ചിറയൻകീഴിൽ അനൂപും മത്സരിക്കാനുള്ള പട്ടികയിലുണ്ട്. ഏതായാലും യൂത്ത് കോൺഗ്രസ് ഈ തവണ വളരെ ശക്തമായ രീതിയിൽ തന്നെ അഖിലേന്ത്യാ നേതൃത്വം യുവാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് നേരിട്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡെ അറിയിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രത്യേകത. നേരത്തെയൊക്കെ കോൺഗ്രസ് KPCC ആവശ്യപ്പെടുകയായിരുന്നു യൂത്ത് കോൺഗ്രസിലെ പട്ടിക നൽകാൻ. നേരെ തിരിച്ചിപ്പോൾ യൂത്ത് കോൺഗ്രസ് നേരത്തെ തന്നെ കാലേക്കൂട്ടി തന്നെ നേതാക്കളെയും മണ്ഡലങ്ങളെയും ഒക്കെ തീരുമാനിച്ചുകൊണ്ട് അത്തരമൊരു പട്ടിക പരിഗണിക്കണമെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുമ്പിൽ മധുസൂദൻ മിശ്രയുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. മധുസൂദൻ മിശ്രയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിലെ നോക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്തും അതേപോലെ KC വേണുഗോപാലിൻ്റെ അടുത്തും രാഹുൽ ഗാന്ധിയുടെ അടുത്തും ഇദ്ദേഹം ചുമതലയുള്ള AIC സെക്രട്ടറിക്കും നൽകി എന്നാണ് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. ഏതായാലും യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ഭാരവാഹികൾ ഈ പട്ടികയിൽ പേരുള്ളവരൊക്കെ വിവിധ സംസ്ഥാനങ്ങളിൽ ചുമതലയുള്ളവരായിരുന്നു. ഇതിലുള്ള പല ചുമതലയും മാറ്റിവെക്കാനും കേരളത്തിൽ പ്രവർത്തനത്തെ കേന്ദ്രീകരിക്കാനും ഇന്നലെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സേതുലക്ഷ്മി. ഓക്കെ ശരത്ത്, ശരി. നോക്കൂ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ ശരത് ലാൽ ഡൽഹിയിൽ നിന്നും ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. നിയമസഭ